السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا മുഹമ്മദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഹിക്കായ വായിച്ചു. എന്നിട്ട് അതിൽ കുറേ നിയമങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതിലെ ആ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇർഷാദാത്തെല്ലാം ഒരു നിയമങ്ങളെപ്പോലെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സാറയും ഉപ്പയും കൂടെ പോയതായിരുന്നു. എവിടെ പോയത്? അഖമിഷ ടെക്സ്റ്റൈൽസിൽ പോയതായിരുന്നു. അപ്പോൾ അവരവിടെ വെച്ചിട്ട് കണ്ട കാര്യങ്ങളാണ് ഹിക്കായയിൽ പറഞ്ഞത്. ശേഷം അതിലുള്ള നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം എഴുതി. ഉൽബിസുൽ ഹൂദ ഇന്ദ റുക്കൂബിൽ ജവ്വാല. വാഹനം കയറുമ്പോൾ എന്താണ്? ഹൂദത്ത് ധരിക്കുക. ഈ ജവ്വാലത്തിന് ബൈക്ക് കയറുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അടുത്ത എന്താ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാറാണെങ്കിൽ എന്ത് ചെയ്യണം? കാർ കയറിയ ഉടനെ സീറ്റ് ബെൽറ്റ് ധരിക്കണം. സീറ്റ് ബെൽറ്റിൻ്റെ അറബി എന്താ? ഹിസാമുൽ അമാൻ എന്നാണ്. അപ്പോൾ ഇർബിത്ത് ഹിസാമുൽ അമാൻ ഇന്ദ റുക്കൂബി സയ്യാറത്താണ് കാറിൽ കയറുന്ന ഉടനെ എന്ത് ചെയ്യുക? സീറ്റ് ബെൽറ്റ് ധരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? വണ്ടി നിർത്തുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ എവിടെയായിരുന്നു? ഫുട്പാത്തിൽ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് സാറ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു പറ്റൂല. എന്താണ്? അവിടെ നിർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നിയമം, അങ്ങനെ ഓരോന്നിലുള്ള നിയമങ്ങൾ നമ്മൾ പറയുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്, നമ്മളൊരു കാര്യത്തെ ചെയ്തു, കണ്ടു, അറിഞ്ഞു, എഴുതി, വായിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഓരോന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ചെയ്യ്, വായിക്ക്, കാണ്, കേൾക്ക് എന്ന് പറയുന്ന ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുക, കൽപ്പിക്കുക. കൽപ്പനക്രിയ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എങ്ങനെയാണ്? എഴുതി. ഇപ്പോൾ ജസീം എഴുതി എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇനി അടുത്തത്, ജസീമേ എഴുത്, നീ പാഠം പഠിക്ക്, നീ വായിക്ക്, നീ പുസ്തകം എടുക്ക്, നീ സ്കൂളിലേക്ക് പോക്, നീ കിടന്നുറങ്ങ് എന്നിങ്ങനെ കുറേ വാക്കുകൾ നമുക്ക് പറയണേ. നമ്മൾ സ്ഥിരം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അറബിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഒരു ചെറിയ ഫിഖറ വായിക്കാം. ആ ഫിഖറയിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം. അതിനെ മുളാരിയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരു സംഭവമാണ്. ഫഅല കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച്, പ്രവർത്തിച്ച് കഴിഞ്ഞതിനെ കുറിച്ചാണ് ഫഅല എന്ന് പറയാം. ഇനിയോ, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനാണ് യഫ്അലു എന്ന് പറയുക. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിന്. ഇനി ഇതിലാണ്, ഈ യഫ്അലുവിലാണ് നമ്മൾ മാറ്റം വരുത്തുക. എന്ത്? നീ പ്രവർത്തിക്ക് എന്നാക്കാൻ വേണ്ടിയിട്ട് മാറ്റം വരുത്തുക. അവിടെ എന്താ മാറ്റം വരുത്തുക അറിയാം? ആ യാഇനെ അങ്ങ് കളയും. യാഇനെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഇ എന്ന് കൊടുക്കും. അലിഫ് കൊടുത്താൽ, എന്നിട്ട് അവസാനത്തിൽ ലാമിന് ഒരു സുക്കൂനും കൊടുക്കും. അപ്പോൾ യഫ്അലു എന്നുള്ളതിനെ വെട്ടി മാറ്റിയിട്ട് ഒരു ഉദാഹരണം ഞാനിവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ കാണാം, ശരിക്കും ശ്രദ്ധിക്കട്ടോ. നമ്മൾ യഫ്അലു എന്നുള്ളതാണ് എഴുതിയത്. യഫ്അലു. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് അമ്രാക്കാം? ആദ്യം യാഇനെ വെട്ടുക, എന്നിട്ട് അവിടെ പിന്നെ എന്താ ഉള്ളത്? ഫ ആണുള്ളത്. അതിനെന്താ? സുക്കൂനാണ്. സുക്കൂന് കൊടുത്തു. സുക്കൂനുള്ള ഫ എടുത്തെഴുതി. പിന്നെ ഐനാണ്, അതും എടുത്തെഴുതി. പിന്നെ ലാമാണ്.
ആ ലാമിന് എന്താ ലൊമ്മാണ്. അതിന് പകരം നമ്മൾ ആ ലൊമ്മ് മാറ്റിയിട്ട് ലൊമ്മ് വെട്ടിയിട്ട് എന്ത് ചെയ്യും, സുക്കൂന് കൊടുക്കും. അപ്പോൾ ഇഫ് അൽ കണ്ടാ, നീ പ്രവർത്തിക്ക്, ഇതാണ് അമ്ര, നീ ചെയ്യ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായ? ഇതാണ് ഇഫ് അൽ എന്നുള്ളത്. എഫ് അലു എന്നുള്ളതിനെ ഇഫ് അൽ എന്നാക്കി മതി. എഫ് അലു എന്ന് പറഞ്ഞാൽ നീ ചെയ്യ എന്ന, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിനെന്തായി, ഇഫ് അൽ എന്നാക്കുമ്പോൾ നീ ചെയ്യ് എന്നായിട്ട് അർത്ഥം മാറി. ഇനി വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. കറ എന്ന് പറഞ്ഞാൽ എന്താ, കറ വായിച്ചു എന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫിഅൽ മുളാരിയാണ് യഖ്റഉ. അത് നമുക്ക് എഴുതാം ഇവിടെ. യഖ്റഉ, യഖ്റഉ, അവൻ വായിക്കുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ അമ്രാക്കും, യാ ഇനെ വെട്ടി ഈ എന്ന് കൊടുത്തുന്നു. പിന്നെ കാഫ് അതുപോലെ തന്നെ എടുത്തെഴുതി, റാ അതുപോലെ തന്നെ എടുത്തെഴുതി, ആ എന്നുള്ള ഹംസ അവസാനത്തിലുള്ളതിനെ ഉ എന്നുള്ളത് മാറ്റിയിട്ട് സുക്കൂന് കൊടുത്തു. ഇഖ്റ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. കേട്ടില്ലേ? അപ്പോൾ ഇഖ്റ എന്താ, അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഇഖ്റ, യഖ്റഉ എന്നതിനെ മാറ്റിയിട്ടാണ് അതിനെ ഇഖ്റ എന്നാക്കി മാറ്റിയത്. ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 2 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ബാക്കി പാഠം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഇനി നമുക്ക് പാഠം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പറയുന്ന ഒരു ഫിഖ്റ വായിച്ചു നോക്കാം. നഖ്റഉൽ ഫിഖ്റത്തുൽ ആതിയ വനുർഷിദു ഹിഷാമൻ ഇലൽ ആദാത്തിൽ ഹസന. ഹിഷാമിനെ കുറിച്ചുള്ള ഒരു ഫിഖ്റയാണത്. അവന് നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുക്കും, നല്ല ചര്യ. ആദാത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ നല്ല ചര്യകൾ പറഞ്ഞു കൊടുക്കാനാണ്. ഹിഷാമു വലദുൻ ലാ യസ്തൈഖിലു മിനൻ നൗമി മുബക്കിറൻ. ഹിഷാം വലദുൻ ഒരു ആൺകുട്ടിയാണ്. ലാ യസ്തൈഖിലു മിനൻ നൗമി മുബക്കിറൻ, നേരത്തെ എണീക്കാറില്ല. നമ്മളെയൊക്കെ മാറ്റി തന്നെ തോന്നുന്നുണ്ട്, നിങ്ങളെ പോലെ. നിങ്ങളൊക്കെ നേരത്തെ എണീക്കാറുണ്ടാവുമല്ലോ അല്ലേ? രാവിലെ നേരത്തെ എണീക്കണം, സുബഹിയുടെ മുമ്പ് സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ലാ യസ്തൈഖിലു എന്നുള്ളതാണ് അവിടെ. ലാ യസ്തൈഖിലു മിനൻ നൗമി മുബക്കിറൻ, അവൻ ഉറക്കത്തിൽ നിന്ന് നേരത്തെ എണീക്കാറില്ല. അടുത്തത് വഹുവ ലാ യക്തുബു ദുറൂസ, അവൻ പാഠം എഴുതാറില്ല. വലാ യഖ്റഉൽ ജറാഇദ, പത്രം വായിക്കാറില്ല. ഒക്കെ മോശം കാര്യങ്ങളാണ്. വലാ യഖ്റുജു ഇലൽ മദ്രസത്തി ഖബ്ല സാഅത്തിൽ 10, 10 മണിയുടെ മുമ്പായിട്ട് സ്കൂളിലേക്ക് അവൻ പുറപ്പെടാറില്ല. വലാ യർജിഉ ഇലൽ ബൈത്തി ഖബ്ലൽ ഖുറൂബി, അസ്തമയത്തിന് മുമ്പ് വീട്ടിലേക്ക് മടങ്ങി വരാറും ഇല്ല. വഹുവ ലാ യഅ്കുലു വലാ യഷ്റബു മഅ അഅ്ളാഇൽ ഉസ്ര, വീട്ടിലെ അംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാറില്ല. ഇതാണ് നമുക്ക്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് അവനോട് നേരത്തെ എണീക്കണം, നേരത്തെ എണീക്കണം, പാഠങ്ങൾ എഴുതണം, പത്രം വായിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ അതെങ്ങനെ പറയണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, യാ ഹിഷാം, ഇതിപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ നമ്മൾ നല്ല സ്വഭാവത്തിലേക്ക് അവനോട് പറയാം കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ 2 വാചകങ്ങളെ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. ഹിഷാമുൻ വലദുൻ ലാ യസ്തൈഖിലു മിനൻ നൗമി മുബക്കിറൻ, അതിനെ നമ്മൾ എന്താക്കാം, യാ ഹിഷാം, ഓ ഹിഷാം, ഇസ്തൈഖിലു, ലാ യസ്തൈഖിലു എന്നുള്ളതിനെ ലാ വെട്ടി മാറ്റിയിട്ട് യാവും വെട്ടി മാറ്റിയിട്ട് ഇസ്തൈഖിൽ, നീ എണീക്കണം, മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്, മുബക്കിറൻ, നേരത്തെ എണീക്കണം. ഇപ്പോൾ എന്താ അവിടെ ഉണ്ടായത്, ലായും മാറ്റി യായും മാറ്റി. ഇനി അടുത്ത് നോക്കൂ, വഹുവ ലാ യക്തുബു ദുറൂസ വലാ യഖ്റഉൽ ജറാഇദ, അതുകൂടെ ഞാൻ പറയും. അവിടെ ലാ യക്തുബു എന്നുള്ളതിന് പകരം എന്താക്കുക, വഹുവ എന്നുള്ളത് വെട്ടിക്കളയുക. എന്നിട്ട് ശേഷം യക്തുബു എന്നുള്ളതിൻ്റെ നമ്മൾ യാ എങ്ങനെ വെട്ടാം, യാഇനെ വെട്ടിക്കളയണം, അവിടെ അലിഫ് കൊടുത്തിട്ട് ഊ ആക്കി കൊടുക്കണം. പിന്നെ ബാഇൻ്റെ അവസാനത്തിൽ സുക്കൂനാക്കി കൊടുക്കണം. അപ്പോൾ അവിടെ ഉക്കുത്തുബ് ദുറൂസ എന്നാക്കുക. പിന്നെ വലാ യഖ്റഉൽ ജറാഇദ എന്നുള്ളതിനെ ലാ വെട്ടി കൊടുത്തിട്ട് വാ അവിടെ നിന്നോട്ടെ. വാ യഖ്റ എന്നുള്ളതിൻ്റെ യാ വെട്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇഖ്റ എന്നാക്കും. അപ്പോൾ വ ഇഖ്റ അൽ ജറാഇദ, വ ഇഖ്റ ഇൽ ജറാഇദ, അത് വാവും
ഇഖ്റാവും കൂടി കൂട്ടിച്ചേരുമ്പോൾ വഖറഇൽ ജറായിദ എന്നാണ് വായിക്കേണ്ടത്. എന്നാലും എഴുതേണ്ടത് ഇഖ്റഇൽ ജറായിദ. ഇപ്പോൾ 2 വരികൾ നമ്മൾ പറഞ്ഞു. ഇനി അതിന് ശേഷം മാറ്റേണ്ടത് യഖ്റുജു എന്നുള്ളത് മാറ്റണം, യർജിഉ എന്നുള്ളത് മാറ്റണം, ലാ യഅ്കുലു വലാ യശ്റബു എന്നുള്ള ആ 4 വാചകങ്ങൾ കൂടി മാറ്റണം. അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ എഴുതിയിട്ട് അയക്കണം, വർക്കുകൾ എഴുതിയിട്ട് അയച്ചു തരണം. ഓക്കെ. ഇനി അടുത്ത 2 ഒരായത്തും ഒരു ഹദീസുമാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ എന്ന് പറയുന്നൊരായത്തും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അത്തഅന്നി മിനല്ലാഹ് അൽ അജലതു മിനശ് ശൈത്വാൻ. സാവധാനം എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജലത്ത് മിനശ് ശൈത്വാൻ, ധൃതി അത് ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾ ഭൂമിയിലൂടെ എന്ത് ചെയ്യരുത്, ഗാംഭീര്യം കാട്ടിക്കൊണ്ട് ആളുകളോട് മുഖം തിരിച്ചുകൊണ്ട് നടക്കരുത്. അള്ളാഹു എല്ലാ ആഡംബരമായിട്ട് നടക്കുന്ന, ഗാംഭീര്യം കാട്ടി നടക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആ ആയത്തിൻ്റെ ആശയം. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് നടക്കരുത്. അള്ളാഹുവിനോട് താഴ്മ ചെയ്തുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. വേഗതയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശേഷം വരുന്ന കുറേ വർക്കുകളാണ് നല്ല ഇൻഷാ അല്ലാഹ് നമ്മൾ ഇഷാറാത്താണ്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക, ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.